ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. ഇന്ന് വെള്ളിയാഴ്ച സാധാരണ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റ് ഇല്ലാത്തതാണ് ഇല്ലേ. നമ്മൾ വീക്കിലി ഏണിങ്സിലാണ് കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത്. പക്ഷെങ്കിൽ ഇന്ന് പോസ്റ്റ് മാർക്കറ്റ് ചെയ്യാമെന്ന് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞത് അത് കാരണം ഒരു അനിവാര്യതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്നത്തെ ചാർട്ടിനകത്തിലും ഇന്നത്തെ ട്രേഡിനകത്തിലും ഡൗട്ട് ഉണ്ടാകേണ്ട സാഹചര്യങ്ങൾ 2-3 കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ ഇപ്പോൾ കയ്യോടെ ചൂടാറുന്നതിന് മുന്നേ അതങ്ങ് പറയുവാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആറിയ പഞ്ഞ് പഴങ്കഞ്ഞി എന്ന് പറഞ്ഞ പോലെ പിന്നെ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങോട്ട് ശോഭിക്കത്തില്ല. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകാൻ പറ്റും അല്ലേ. ഇന്ന് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ അറിയാം, മാർക്കറ്റ് ഒരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആയിരുന്നു അല്ലേ. ഏകദേശം 100 പോയിൻറ്റോളം ഗ്യാപ്പ് ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് അല്ലേ. 100 പോയിൻറ്റ് ഗ്യാപ്പ് ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത്. അതിനുശേഷം മാർക്കറ്റ് അവിടെ നിന്ന് റിക്കവർ ചെയ്തു ഇല്ലേ. റിക്കവർ ചെയ്തു ഏകദേശം എനിക്കൊന്നൊരു 60-70 പോയിൻറ്റോളം മാർക്കറ്റ് എന്ത് ചെയ്തു, 100 പോയിൻറ്റിൽ നിന്ന് 60-70 പോയിൻറ്റോളം മാർക്കറ്റ് റിക്കവർ ചെയ്തു. റിക്കവർ ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഫോൾ കിട്ടിയത്. അപ്പം ഞാൻ എപ്പോഴും നേരത്തെ എൻ്റെ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളെപ്പോഴും ഒരു ഹ്യൂജ് ഗ്യാപ്പ് ഡൗൺ 100 പോയിൻറ്റിന് മേലുള്ള ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗൺ വരുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് ആണുള്ള സാധ്യത ഒരു 80% കൂടുതലാണ്. കാര്യം എന്താണ്, അതിൻ്റെ റീസണൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് കാര്യം, ഇത് തലേ ദിവസം പുട്ടെടുത്തവരും കോൾ എടുത്തവരൊക്കെ കാണും. ഇത് ഞാൻ പിന്നെ നിങ്ങൾ കേൾക്കുന്ന ആവർത്തന വിരസതയുണ്ട്. അതിൽ ഞാൻ പറയുക, തലേ ദിവസം പുട്ടും കോളും ഒക്കെ എടുത്ത് BTC വെച്ചവരുണ്ടായിരിക്കും അല്ലേ. അവരൊക്കെ എന്താ അവിടെ ചെയ്യുന്നത്, ഇവിടെ ഈ പുട്ടെടുത്ത് വെച്ചവരാണെന്നുണ്ടെങ്കിൽ ഈ പുട്ട് രാവിലെ 100 പോയിൻറ്റ് താഴെ ഡൗൺ ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും, പുട്ടെടുത്ത് വിൽക്കുമ്പോൾ അവിടെ നിന്ന് സംഭവിക്കുന്നത് ഒരു പുട്ട് എക്സിറ്റ് ചെയ്യുമ്പോൾ ബൈ ഈ സെറ്റപ്പിൽ പുട്ട് എക്സിറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അവിടെ ബൈ പ്രഷർ വരും അല്ലേ. ശരിയല്ലേ പറഞ്ഞ്. അതുപോലെ തന്നെ കോള് സെല്ല് ചെയ്തവർ കാണും അല്ലേ. കോൾ സെല്ല് 100 പോയിൻറ്റ് ലാഭം കിട്ടിയപ്പോൾ അവർ കോള് സെല്ല് ചെയ്തവർ കോള് ബൈ ചെയ്യും അല്ലേ. കോള് ബൈ ചെയ്യും, സെല്ല് എക്സിറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അവിടെ ബൈ സംഭവിക്കുന്നത്. അപ്പോൾ പിന്നെ മാർക്കറ്റ് ഒരു ബൈങ് പ്രഷർ വരും അല്ലേ. അങ്ങനെ പിന്നെ ആൾക്കാർ ഇവിടെ ഇപ്പോൾ ഇത്രയും ഗ്യാപ് ഡൗൺ വന്നുകൊണ്ട് അഡീഷണലായിട്ട് പുട്ട് സെല്ല് ചെയ്യാനുള്ള സാധ്യത അവിടെ കൂടുതലാണ് അല്ലേ. പുട്ട് സെല്ല് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, മാർക്കറ്റ് മേലോട്ട് പോകും. അതുപോലെ തന്നെ ഇത്രയും ഗ്യാപ് ഡൗൺ വന്നുകൊണ്ട് മാർക്കറ്റ് തിരിച്ച് കയറുമെന്നുള്ള വിശ്വാസത്തിൽ കോള് ബൈ ചെയ്യുന്ന ആൾക്കാർ കാണും അല്ലേ. അപ്പോൾ എല്ലാം കൊണ്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഒരു ബൈ പ്രഷർ വരും. അതുകൊണ്ടാണ് സാധാരണഗതിയിൽ ഹ്യൂജ് ഗ്യാപ് ഡൗൺ വരുന്ന സമയത്ത് മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇത് ഞാൻ പല പ്രാവശ്യം നമ്മുടെ ഗ്രൂപ്പിലും എൻ്റെ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും പുതിയ ആൾക്കാർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അത്രയും റിക്കവർ ചെയ്തത്. പിന്നെ മാർക്കറ്റ് ഇന്ന് ഫുള്ളി ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആണെന്ന് നമുക്ക് രാവിലെ തന്നെ അറിയാം. കാരണം എന്താണ്, ഇന്നലെ US മാർക്കറ്റിൽ നമ്മളുടെ ADR വെച്ചാൽ അറിയാമോ, അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീറ്റ്, അതിനാണ് ADR എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ ചില സ്റ്റോക്കുകൾ അമേരിക്കൻ മാർക്കറ്റിലും എന്ത് ചെയ്തിട്ടുണ്ട്, ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ചില സ്റ്റോക്കുകളാണ് പിന്നെ നമ്മളുടെ HDFC, ഇൻഫി, വിപ്രോ, ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക്, ഇങ്ങനെയുള്ള ഡോക്ടർ റെഡി ലാബ്, ഇങ്ങനെയുള്ള സ്റ്റോക്കുകളൊക്കെ അമേരിക്കൻ മാർക്കറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ എന്താണ് സംഭവിക്കുന്നത്, അതിൻ്റെ ഒരു ഏറ്റക്കുറച്ചിലുകൾ, അല്ലെങ്കിൽ അവിടെ എന്താണ് ആ മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത്, അപ്പോൾ ആ മാർക്കറ്റിൽ സംഭവിക്കുമ്പം അവിടെ ഉള്ള ആ സ്റ്റോക്കുകൾക്ക് എന്താണ് സംഭവിക്കുന്നത്, അതിൻ്റെ ഒരു വാങ്ങൽ നമ്മുടെ മാർക്കറ്റിലും ഉണ്ടാകും. അപ്പോൾ ഇന്നലെ നമ്മൾ നോക്കിയപ്പം ഇന്നലെ ആഫ്റ്റർ മാർക്കറ്റ് ഔട്ടാണ് TCSൻ്റെ റിസൾട്ട് വന്നത്. TCSൻ്റെ റിസൾട്ട് വന്ന് ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം അടിപൊളിയാണെന്നൊക്കെ പറയാമെങ്കിലും അതിനകത്തിലോട്ട് ഇറങ്ങി നോക്കി നമ്മൾ അതിനെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ റിസൾട്ട് അത്ര മെച്ചമുള്ള റിസൾട്ടല്ല. ഓക്കെ, അത് നമ്മളെപ്പോലുള്ളവർക്ക് നോക്കുമ്പം ഇച്ചിരി ലാഭമുണ്ട് അല്ല ഇത്രയുണ്ട് അത് നമുക്ക് പറയുമ്പോൾ നമ്മൾ ഏതാണ്ട് വലിയ മഹാസംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതും. പക്ഷേങ്കിൽ അനലിസ്റ്റുകൾ ഇതിനകത്ത് ഇഴകീറി പരിശോധിക്കുമ്പോൾ ഇതിനകത്തിൽ പല കാര്യങ്ങളും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം അവർക്ക് ഇത് റിസൾട്ട് അത്ര സുഖമല്ലാന്ന് തോന്നിയതുകൊണ്ട് എന്ത് ചെയ്തു, അപ്പം നമ്മുടെ മാർക്കറ്റിൽ പിന്നെ വേറെ സമയമില്ല, മാർക്കറ്റിന് ശേഷമാണ് റിസൾട്ട് പ്രഖ്യാപിച്ചത്. അപ്പോൾ പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് എവിടെയാണ്, അമേരിക്കൻ മാർക്കറ്റ് മാത്രമേ ഉള്ളൂ. അവിടെ പോയിട്ട് അവരെന്ത് ചെയ്തു, വിറ്റു. ഓക്കെ, ഇൻഫോസിസിനെ, IT സെക്ടർ ടോട്ടലി ഇൻഫി ഡൗൺ ആണ്. അപ്പോൾ ഇത് TCSൻ്റെ റിസൾട്ട് വരുമ്പോൾ ഇത് IT സെക്ടറിനെ എല്ലാം ബാധിക്കും. കാരണം എന്താ, IT സെക്ടറിനെല്ലാം ഇങ്ങനെ റിസൾട്ട് വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് അസ്യൂം ചെയ്ത് എന്ത് ചെയ്തു, IT ഇൻഡെക്സിൽ സെല്ലിംഗ് പ്രഷർ കൂടും, ആൾക്കാർ സെല്ല് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ മാർക്കറ്റ് ഡൗൺ ആയിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് ഇവിടെ സംഭവിച്ചത്. അമേരിക്കൻ ADRൽ വേണമെങ്കിൽ ഞാൻ നിങ്ങൾ ADR ഒന്ന് എടുത്ത് കാണിക്കാം. ഓക്കെ, ഒരു സെക്കൻഡ്. ADR എല്ലാം പഠിച്ച് പോകും. ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടായിരിക്കും, എങ്കിലും അത് നോക്കിക്കേ. ഇതാണ് കണ്ടോ, ഇത് ഇൻഫോസിസ് ADR കണ്ടോ. ഇൻഫോസിസ് ഇന്നലെ 3.83% ഇന്നലെ ഫോളായി.
മനസ്സിലായി? ഇൻഫോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IT സെക്ടറിൽ ഏറ്റവും വെയിറ്റേജ് കൂടിയ സ്റ്റോക്കാണ് ഇൻഫി. ഓക്കെ, 3 നമ്മുടെ മാർക്കറ്റിൽ 1.8 2% താഴെ വീണിട്ടുള്ളൂ. ഇപ്പോൾ ബാക്കി ഇനി കിടക്കുന്നേ ഉള്ളൂ. അടുത്ത വിപ്രോ ഏകദേശം 5% വീണു. ICICI ബാങ്ക് 1%. ഓക്കെ, HDFC ബാങ്ക് ഫ്ലാറ്റ് 0.25% മാത്രമേ ഇടിയുള്ളൂ. അപ്പോൾ ഇതാണ് ADR. അപ്പം ഇവിടെ നോക്കിയാണ് നമ്മൾ ഏറെക്കുറെ കാര്യങ്ങൾ എന്തെങ്കിലും റിസൾട്ടിന് ശേഷം നമ്മുടെ മാർക്കറ്റ് ഒന്നും പ്രതിഫലിക്കാനില്ലല്ലോ. അപ്പോൾ ആ പ്രതിഫലനം എവിടെ കാണും? US മാർക്കറ്റിൽ കാണും. അപ്പോൾ അത് വെച്ചാണ് നമ്മൾ മാർക്കറ്റിനെ അനലൈസ് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പം ഏകദേശം കാര്യം ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇത് പോയില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ മാർക്കറ്റിലോട്ട് നമ്മുടെ ചാർട്ടിലോട്ട് വരാം. അപ്പോൾ അതാണ് സംഭവം. അപ്പം ഇത്രയും കാര്യം ഒരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആണ് നമുക്കറിയാം. ഓക്കെ, അതിനുശേഷം ഞാൻ രാവിലെ തന്നെ OI ഇട്ടായിരുന്നു ഇല്ലേ? ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ കോൾ റൈറ്റിങ് വളരെ കൂടുതലാണ്. ഓക്കെ, ഓപ്പൺ ഇൻട്രസ്റ്റിലും OIയിലും OIC ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ചസിലും രണ്ടിലും എന്താണ് കോൾ റേറ്റിംഗ് വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കി. അപ്പോൾ നമുക്ക് മനസ്സിലായി മാർക്കറ്റ് ഒരു ബെയറിഷ് ആണ്. ഏതെങ്കിലും കാരണവശാൽ ഓപ്പൺ ഇൻട്രസ്റ്റും ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ചസും, ഇതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയി കാണുക. എന്താണ് ഓപ്പൺ ഇൻട്രസ്റ്റ് എന്നും ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. അറിയാൻ വയ്യാത്തവർ പോയി കാണുക, കണ്ട് ശരിക്കും പഠിച്ച് മനസ്സിലാക്കുക. വേണമെങ്കിൽ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അപ്പം OIയും OICയും രണ്ടും ഒരേ ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ആ സൈഡിലോട്ട് തന്നെ മൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് നമുക്കറിയാം ഇല്ലേ? നാം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇന്ന് രാവിലെ OICയും OIയും രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. അപ്പോൾ മാർക്കറ്റ് താഴോട്ട് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതൊരു ടെമ്പററി പ്രതിഭാസമാണെന്നുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. പുതിയ ആൾക്കാർ ചാടിക്കറി CD എടുത്ത് ചിലപ്പോൾ 10, 15, 20, 30 പോയിൻ്റൊക്കെ മേടിച്ച് കാണുമായിരിക്കാം. ഓക്കെ, എനിവേ എടുത്തവർ ഭാഗ്യവാന്മാർ. പക്ഷേങ്കിൽ മാർക്കറ്റ് ഞാൻ രാവിലെ പറഞ്ഞു എത്ര മാർക്കറ്റ് പോയാലും ഈ 357 മുകളിൽ ഇല്ലേ? ഇതല്ലേ ഞാൻ പറഞ്ഞു രാവിലെ. ഈ 357 മുകളിൽ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ മാത്രമേ മാർക്കറ്റ് ബുള്ളിഷ് ഉള്ളൂ. അല്ലെങ്കിൽ ഏത് നിമിഷവും മാർക്കറ്റ് താഴോട്ട് വരും. മുകളിലോട്ട് പോയാലും രാവിലത്തെ വോയിസും വേണമെങ്കിൽ ഒന്നുകൂടെ കേട്ട് നോക്കിയോ. മുകളിലോട്ട് പോയാലും മാർക്കറ്റ് തിരിച്ച് താഴോട്ട് വരും എന്ന് ഞാൻ വളരെ അസന്നിഗ്ധമായിട്ട് രാവിലത്തെ വോയിസിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു. എത്ര പേര് കേട്ടു എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ഏകദേശം നമ്മുടെ ആ റേഞ്ചിലെത്തിയതിന് ശേഷം മാർക്കറ്റ് അവിടുന്ന് താഴെ കിടക്കുന്നു. പതുക്കെ അരിഞ്ഞ് മാർക്കറ്റ് താഴോട്ട് വരാൻ തുടങ്ങി. ഇവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ന്യായം ബുക്ക് ചെയ്യൂ. ഇവിടെ കൂടെ എത്തി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു വീണ്ടും ഒത്തിരി ആക്രാന്തം വേണ്ട, നിങ്ങൾ ന്യായമായിട്ടുള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറാൻ ഞാൻ പറഞ്ഞിരുന്നു ഇല്ലേ? അപ്പം നിങ്ങൾ ന്യായമായിട്ടുള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ധാരാളം പേര് സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ വിചാരിച്ചതിനേക്കാൾ അപ്പുറമായിട്ട് നിങ്ങൾ ന്യായം പാലിക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പായി. കാരണം ഭയങ്കര സംഭവമാണ് നിങ്ങൾ കേട്ടോ. പലരും ഞാൻ പല സമയത്ത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട് ഓവന്മാർ മൊത്തം നശിപ്പിച്ചാണ് പ്രതീക്ഷിച്ചെങ്കിലും നിങ്ങൾ ശരിക്കും ന്യായം പാലിച്ച ആൾക്കാരും. കാരണം എന്താണ്, അത് അവർക്കൊരു ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട് ഇല്ലേ? ഓരോ ആഴ്ച ഇന്നിപ്പോൾ ഈ ആഴ്ചത്തെ നമ്മൾ പോൾ ഇട്ടിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ ഞാൻ ചുമ്മാ നോക്കി കഴിഞ്ഞപ്പോൾ ഏകദേശം 65% ഉണ്ട്. നമ്മുടെ ഈ വീക്കിലി പോൾ 65% ആൾക്കാർ പോൾ ചെയ്ത് വരുന്നേ ഉള്ളൂ. 60%. അപ്പോൾ ഈ നമ്മൾ ആദ്യത്തെ ഗ്രൂപ്പിനേക്കാളും മിടുക്കന്മാരാണ് പുതിയ ബിഗിനേഴ്സിൻ്റെ ഗ്രൂപ്പിനകത്തിൽ അവർ 70% അവർ പ്രോഫിറ്റ് എഴുതി. കാരണം എന്താണ്, ഇവർക്കെല്ലാം മനസ്സിലായി എന്താണ് ന്യായത്തിൻ്റെ ശക്തി. ഇവർക്കെല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. ഇങ്ങനെ ചെയ്താൽ വിജയിക്കാം, ഇത്രയും നാൾ ചെയ്ത് ഊളത്തരമാണ് എന്ന് ഇവർക്ക് മനസ്സിലായി. ഇവർ ന്യായം പിന്തുടരാൻ തുടങ്ങി. അങ്ങനെ ഒരാഴ്ച പശ്ചാത്തലിച്ചപ്പോൾ ഇത് കൊള്ളാം പരിപാടി എന്ന ഒരു ചിന്ത മനസ്സിൽ തോന്നിത്തുടങ്ങി. അതിനനുസരിച്ച് അവരുടെ മൈൻഡിനെ അവർ സെറ്റ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെയാണ് അവർ ഇപ്പം ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഒരു ഗുണം, അവർ വീക്കിലി പച്ച കത്തിക്കാൻ തുടങ്ങി. വീക്കിലി ഇനി അത് മന്ത്ലി അത് ഇയർലി ആകും. അങ്ങനെ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ തന്നെ വലിയൊരു മാറ്റം ഉണ്ടാകും ഇങ്ങനെ തന്നെ പിന്തുടർന്നാൽ. ഓക്കെ, ഇതിന് അനുഭവമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ ഞാൻ സംസാരിക്കുന്നുണ്ട്. അപ്പം അത് ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ അത് കിട്ടും. നേരത്തെ പങ്കെടുത്ത ധാരാളം ആൾക്കാരുണ്ട്, അവർക്കൊക്കെ ആ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സംഭവം. അപ്പോൾ ഇനി ഈ ചാർട്ടിനകത്തിൽ 1-2 കാര്യങ്ങൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒന്നാമത്തെ കൺഫ്യൂഷൻ ഇത് ഈ ഗ്രീൻ ക്യാൻഡിൽ നമ്മൾ പഠിച്ചേക്കുന്നത് എങ്ങനെയാണ്, ഒരു സപ്പോർട്ടിന് മുകളിൽ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ബൈ നമുക്ക് നോക്കാം, മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലെന്നത്. അപ്പം വേണമെങ്കിൽ ഇത് കണ്ടപ്പം സാർ എന്തുകൊണ്ട് ഇവിടെ ഒരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ വന്നു, അത് നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു ട്രേഡ് എടുക്കല്ലോ. നോ, കാരണം എന്താണ്, ഇവിടെ ഇതേ സിനാരി തന്നെയാണ് ഇവിടെ ഈ രണ്ട് സിനാരിയോയിലും ഇങ്ങനെ സംഭവിച്ചു ഇല്ലേ? എന്തുകൊണ്ടാണ് നോ പറയുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവിടെ എടുക്കരുതെന്ന് പറയുന്നതിൻ്റെ കാര്യം,
രണ്ട് കാര്യമുണ്ട്. ഒന്ന് മാർക്കറ്റ് ടോട്ടലി ഒരു ബെയറിഷ് സെറ്റപ്പാണ്. ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആണ് മാർക്കറ്റ്. കാരണം എന്താണ്? OAയും OICയും രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. അതുകൊണ്ട് മാർക്കറ്റ് പൊട്ടി താഴോട്ട് തന്നെ വീഴും. പിന്നെ എങ്ങനെയാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഗ്രീൻ ക്യാൻഡിൽ വീഴുന്നത്? നിങ്ങളെപ്പോലെ എന്നെപ്പോലുള്ള ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ക്യാൻഡിലുകളാണ് ഈ പറയുന്ന ഗ്രീൻ ക്യാൻഡിൽ. അപ്പം ഒരു ഫോളിംഗ് മാർക്കറ്റിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഗ്രീൻ ക്യാൻഡിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഒരു കാരണവശാലും മാനിക്കാൻ പാടില്ല. നമ്മളതിനെ മാറി നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം എന്താ? മാർക്കറ്റ് ടോട്ടലി ബെയറിഷാണ്. എല്ലാ സ്റ്റോക്കുകളും, ഹെവി വെയ്റ്റഡ് സ്റ്റോക്കുകളെല്ലാം നെഗറ്റീവിലാണ്. നമുക്കൊന്ന് കണ്ടാൽ മനസ്സിലാകും. റിലയൻസ് ആണെങ്കിലും HDFC ആണെങ്കിലും എല്ലാം എന്താണ്? ഒരു ബെയറിഷ് സെറ്റപ്പാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ തന്നെ ഉണ്ടല്ലോ റിലയൻസ് 22 പോയിൻറ്റ് വീണുന്നത്. ഇവിടെ നോക്കുക, റിലയൻസ് 22 പോയിൻറ്റ് എഴുതി കാണിക്കുക. റിലയൻസ് 22 പോയിൻറ്റ് നെഗറ്റീവായി. HDFC 22 പോയിൻറ്റ് വീണു. ICICI 2 പോയിൻറ്റ് വീണു. കോട്ടക് ബാങ്ക് നല്ല ഹൈ ആയിരുന്നു, ഫ്ലാറ്റാണ്. ആക്സിസ് ബാങ്കും കുഴപ്പമില്ല. ഇവർ മൂന്ന്. പക്ഷേ ഈ ഹെവി വെയിറ്റേജ് ആയിട്ടുള്ള റിലയൻസും HDFCയും ICICIയും കട്ട റെഡായിരുന്നു ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിച്ചത്? മാർക്കറ്റ്, അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കണം. ഇതെല്ലാം നോക്കുമ്പോൾ ടോട്ടലി മാർക്കറ്റ് ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആണ്. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഗ്രീൻ ക്യാൻഡിൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്രീൻ ക്യാൻഡിൽ നമ്മുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. ഇത്രയും ആൾക്കാർ പ്രോഫിറ്റ് താഴോട്ടായിട്ട് വന്നു, ആൾക്കാർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. അപ്പോൾ മാർക്കറ്റ് ചെറുതായിട്ട് മേലോട്ട് പോകും. പിന്നെ അവിടുന്ന് സെല്ലിംഗ് പ്രഷർ കൊണ്ട് മാർക്കറ്റ് താഴോട്ട് വരും. പിന്നെ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവും. മാർക്കറ്റ് എപ്പോഴും ഒരിക്കലും ഇങ്ങനെ വീഴത്തില്ല, അല്ല ഇങ്ങനെ കയറത്തില്ല. എങ്ങനെയാണ് വീഴുന്നത്? എപ്പോഴും ഇങ്ങനെ മാത്രമല്ല. അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഗ്രീൻ ക്യാൻഡിലുകൾ നിങ്ങൾ ബൈ ആണെന്ന് പറഞ്ഞ് ചാടിക്കറിയാനും വണ്ടക്കാരും കയറരുത്. ഓക്കെ. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ SL ഇട്ട് ചെയ്യുന്നവരാണെങ്കിൽ SL അടുപ്പിക്കാൻ വേണ്ടി മാർക്കറ്റ് കണ്ടു ഇവിടെ ഇങ്ങനെ ഒരു ഇവിടെയൊക്കെ എൻ്റെ കയ്യിൽ ഹോൾഡിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാനിതുകൊണ്ടൊന്നും ഒന്നും മൈൻഡ് ചെയ്തേ ഇല്ല ഇങ്ങനെ ഒരു സാധനം. ഞാൻ ഗ്രൂപ്പിൽ പറയുകയും ചെയ്തു. അപ്പോൾ ഇതിങ്ങനെ ഒരു വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ ഇട്ട് എന്താ സംഭവിച്ചത്? ഇവിടെ ആൾക്കാർ പലരും ഇതിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യുന്ന ആൾക്കാർ കാണും ഇല്ലേ? ട്രെയിൽ ചെയ്യുന്നവരോ കാണും, അല്ലെങ്കിൽ ഓരോ ക്യാൻഡിലും മുകളിൽ സ്റ്റോപ്പ് ലോസ്, അവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് അടിച്ചു കളയാൻ വേണ്ടിയുള്ള ഒരു സൈക്കോളജിക്കൽ മൂവാണ് ഇങ്ങനെയുള്ള ക്യാൻഡിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. അതുകൊണ്ട് ഇത് കണ്ടോ ഇവിടെ ഇങ്ങനെ വന്നു. പക്ഷേ മാർക്കറ്റ് ടോട്ടലി നമ്മൾ സ്ട്രക്ചർ മാർക്കറ്റിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, OI നോക്കുകയാണെങ്കിലും, OIC കോൺട്രാക്റ്റിൻ്റെ ഫസ്റ്റ് ഡേ ആണ് ഇല്ലേ? അപ്പം OI നോക്കുകയാണെങ്കിൽ OIC നോക്കുകയാണെങ്കിലും വളരെ ബെയറിഷ് സെറ്റപ്പാണ്. അപ്പോൾ അതിനനുസരിച്ച് മാർക്കറ്റ് താഴോട്ട് വരാനുള്ള സാധ്യതയാണ്. ഒരിക്കൽ പോലും ട്രെൻഡിന് എഗനിസ്റ്റായിട്ട് OICയോ വർക്ക് ചെയ്തിട്ടില്ല. രണ്ടും ആദ്യം മുതൽ അവസാനം വരെ ഒരേ ഡയറക്ഷനിൽ. അപ്പോൾ അതിനർത്ഥം എന്താണ്? മാർക്കറ്റ് താഴോട്ട് തന്നെ വരും. നമ്മളവിടെ വേറെ CA പറ്റി ഒരു ചിന്തയേ ആവശ്യമില്ല എന്നുള്ളതാണ്. പലരും പറഞ്ഞു നമ്മൾ ഈ വരയെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, വരയൊന്നും ഞാനൊന്നും പറയുന്നില്ല. കാരണം നമ്മുടെ വര റെസ്പെക്റ്റ് ചെയ്ത് സമ്മതിച്ചു. ഇതിനെപ്പറ്റി കൂടുതൽ ഞാൻ പറഞ്ഞു, ഞാൻ കൂടുതൽ പറഞ്ഞ് അതിനെപ്പറ്റി അങ്ങനെ പൊക്കി പറയേണ്ട കാര്യമില്ല. പോട്ടെ, അത് ഇപ്പോൾ ദൈവാധീനം എന്ന് അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. അല്ലാതെ എൻ്റെ വലിയ കഴിവും എടുക്കുമെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, നമ്മൾ വരയ്ച്ചത് റെസ്പെക്റ്റ് ചെയ്യുന്നു. മാർക്കറ്റിന് നമ്മുടെ പഠനം, ഞാൻ പറഞ്ഞല്ലോ, പഠനം കൊണ്ട് നമ്മളത് നോക്കി വരയ്ക്കുന്നു, റെസ്പെക്റ്റ് ചെയ്യുന്നു. എന്തായാലും ദൈവം സഹായിച്ച് ഇന്നും മാർക്കറ്റ് കറക്റ്റായിട്ട് നമ്മൾ വരച്ച ലൈനിൽ തന്നെ വന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തില്ലേ? നമ്മൾ ഈ പറഞ്ഞ ലൈനിൽ നമ്മൾ വന്നതിന് ശേഷം മാർക്കറ്റ് ഈ റേഞ്ചിൽ കൺസോളിഡേറ്റ് ഒരിക്കൽ പോലും മാർക്കറ്റിന് താഴെ പോലും. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ 25, 134 ക്രോസ് ചെയ്ത് താഴെ പോയാൽ 25,200 പുട്ട് റൈറ്റിംഗ് എല്ലാം എന്ത് ചെയ്യും? അവിടുന്ന് എക്സിറ്റ് ആകുമ്പോൾ പിന്നെ മാർക്കറ്റ് ഫർദറായിട്ട് താഴോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു, എഴുതിയിട്ടിരുന്നു ഞാൻ ഗ്രൂപ്പിൽ. നിങ്ങൾ വായിച്ചവർ കാണും. അപ്പം മാർക്കറ്റ് പക്ഷേ ഒരു കാരണവശാലും എന്ത് ചെയ്തില്ല, നമ്മുടെ ഈ ലൈൻ വിട്ട് താഴോട്ട് പോയില്ല. ഇനിയിപ്പോൾ നാളെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നാളെ സംഭവിക്കുന്ന കാര്യം, നിലവിൽ മാർക്കറ്റ് വീണ്ടും നെഗറ്റീവാണ്. കാരണം ഇപ്പോൾ US മാർക്കറ്റൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് നോക്കാം. US മാർക്കറ്റ് നോക്കിയാൽ എന്താണ്? 239 പോയിൻറ്റ് ഡൗൺ ആണ് US ഫ്യൂച്ചർ. നാസ്ഡാക്ക് 133 പോയിൻറ്റ്. അപ്പോൾ അതൊരു ബെയറിഷ് സെറ്റപ്പാണ്. മാർക്കറ്റ് അമേരിക്കൻ മാർക്കറ്റ് നെഗറ്റീവിലാണ്. ഓക്കെ, യൂറോപ്യൻ മാർക്കറ്റ് നെഗറ്റീവിലാണ്. അപ്പോൾ എല്ലാവരും നെഗറ്റീവിലാണ് റൺ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ട്രംപിൻ്റെ താരിഫ്. ഓക്കെ, ട്രംപിൻ്റെ താരിഫ് ഏത് നിമിഷവും വരും. എന്തായാലും നിലവിലുള്ള പോലെ ഒരു സെറ്റപ്പ് നമുക്ക് എന്തായാലും വരത്തില്ല. ഓക്കെ, എന്തായാലും എൻ്റെ ഒരു കണക്കുകളിൽ ഒരു 20-25% നമുക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 20-25%, അതിൽ നിന്ന് താഴെ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതൊക്കെ 20% കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 8ൻ്റെ പണിയാണ്. അപ്പോൾ ഇനി എന്താണ് നെഗോഷിയേഷൻസ് നടക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. എനിവേ നമുക്കിത് കാണാം. ഓക്കെ, ചിലപ്പോൾ ഇങ്ങനെ വായിന്ന് വരുന്ന ഓരോ ഡയലോഗ്, അതാണ് ഈ പ്രശ്നം. ആ വായിന്ന് വരുന്ന വാക്കുകളാണ് മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നത്.
കാരണം ലോകശക്തിയല്ലേ. അപ്പം എനിവേ വരുന്ന ദിവസങ്ങൾ നമുക്ക് കാണാം. 2 ദിവസമുണ്ട്. 2 ദിവസത്തിനകത്ത് എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങൾ പഠിക്കുക. ഓക്കെ, പ്രൈസ് ആക്ഷൻ സീരീസ് കാണാത്തവരെല്ലാം പ്രൈസ് ആക്ഷൻ സീരീസ് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഓക്കെ, പ്ലേലിസ്റ്റ് നമ്മുടെ ഗ്രൂപ്പിൻ്റെ അതിനകത്തിലുണ്ട്. അവിടെ ഗ്രൂപ്പെല്ലാം നമ്മുടെ ചാനലിനകത്തിലുണ്ട്. അവിടെ പോയി പ്രൈസ് ആക്ഷൻ സീരീസ് കാണുക. സ്പെഷ്യൽ വീഡിയോസ് ഉണ്ട്, ഇവർക്ക് കാണുക. കിട്ടുന്ന സമയങ്ങളൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. പഠിച്ച് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. കൃത്യമായിട്ട് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. അതിന് യാതൊരു തർക്കവുമില്ല. ഈ രീതിയിൽ തന്നെ പോവുക. നമുക്കിപ്പം നിലവിലുള്ള നമ്മുടെ പോൾ എന്ത് ചെയ്യും നോക്കട്ടെ, എവിടം വരെ ആയി നോക്കട്ടെ. നിങ്ങളുടെ ഏകദേശം ഓക്കെ ഗുഡ്. നമ്മുടെ പുതിയ ആൾക്കാരും പഴയ ആൾക്കാരും ഒക്കെ നല്ല വൃത്തിയായിട്ട് അടിപൊളിയായിട്ട് ഓക്കെ. നമ്മൾ ഇരട്ടിയിൽ കൂടുതൽ ലോസ് വന്നവരുടെ ഡബിൾ ആൾക്കാരുണ്ട്. ലോസ് വന്നവരെക്കാളും ഡബിളാണ് പ്രോഫിറ്റ് വന്നവർ. ഓക്കെ, അപ്പം കൊള്ളാം. അപ്പോൾ ഇങ്ങനെ തന്നെ പോവുക. ഇത് തന്നെ, ഈ ന്യായം തന്നെ മുറുകെ പിടിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഒരു നല്ല വീക്കെൻഡ് ആശംസിക്കുന്നു. പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ചാനലിൻ്റെ, നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഈ യൂട്യൂബ് വീഡിയോ ഡിസ്ക്രിപ്ഷൻ കിടപ്പുണ്ട്. നമ്മുടെ ഫസ്റ്റ് കമൻറ്റിൽ ഞാനത് പിൻ ചെയ്തേക്കാം. താല്പര്യമുള്ളവർക്ക് അവിടെ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു വീക്കെൻഡ്, നല്ല വീക്കെൻഡ് ഫാമിലിയിട്ട് അടിച്ചു കൊടുക്കുക. മാർക്കറ്റിനെ മാറ്റി വെക്കുക, ഫാമിലിക്ക് ടൈം കൊടുക്കുക. അങ്ങനെ നിങ്ങൾ വീക്കെൻഡ് അടിച്ചു പൊളിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഹാവ് എ ഗ്രേറ്റ് വീക്കെൻഡ്. താങ്ക് യു ഓൾ.